ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ വാവക്കുട്ടം വന്ന് ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പപ്പ അത് തേങ്ങ എല്ലാം പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പപ്പ തേങ്ങ പൊതിക്കുന്ന കൂട്ടത്തിൽ തന്നെ അപ്പുറത്തിരുന്നുകൊണ്ട് അപ്പച്ചനും അമ്മയും കൂടെ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊതിച്ച തേങ്ങ എല്ലാം പൊട്ടിച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അപ്പച്ചൻ കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് പോയി തിരുമാൻ പോവാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടാണ് തിരുമുന്നത്. 2 പേരും കൂടെ മാറി മാറി തേങ്ങ എല്ലാം തിരുമ്മി കഴിഞ്ഞിട്ട് എന്നിട്ട് തിരുമിയ തേങ്ങ എല്ലാം എടുത്ത് അമ്മച്ചി വേറൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട്. എല്ലാം അത് മാറ്റി കഴിഞ്ഞിട്ട് തേങ്ങ നല്ലപോലെ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ പിഴിഞ്ഞ തേങ്ങ മാറ്റി വെക്കണേ. അത് കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് മാറ്റി വെച്ച തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചൻ കടയിൽ പോയിട്ട് വന്നപ്പം ചെറുകടികൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാവക്കുട്ടന് കൊടുക്കുവാണ്. വാവക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ അനങ്ങായിരിക്കാം. പിന്നെ തേങ്ങയും കറിവേപ്പിലയും മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ചെറുതാക്കിയത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചുമന്നുള്ളി, ഇഞ്ചി, കരിയാപ്പില, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി അടുപ്പിൽ വെക്കാൻ പോവാം. അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് തേങ്ങ കരിയാതെ നല്ലപോലെ നമുക്കൊന്ന് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അമ്മച്ചി ഇളക്കി കൊടുത്തു. പിന്നെ അമ്മ ഇളക്കി കൊടുക്കുവാണ്. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ നമുക്കത് ഇളക്കി കൊടുക്കണേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. പിന്നെ നമ്മുടെ സമ്മന്തിപ്പൊടിയുടെ തേങ്ങ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാമേ. ആ കൂട്ടത്തിൽ തന്നെ വാളംപുളിയും ലേശം ഉപ്പും കൂടെ ചേർക്കാമേ. സമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രുചിയുണ്ടോ ഇല്ലയോ എന്ന്.